ഹേ ഗായ്സ്, ഇന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം പോവാണ്. അത് നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്. ഇതിൽ കയറി ഉടനെ തന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു സ്നാക്കിന്റെ ഒരു പാക്കേജ്, ബനാന ചിപ്സ്, മിക്സർ, ഒരു കോഫി മിക്സ്, പിന്നെ ഒരു കടി. ഞാൻ ആദ്യം തന്നെ ബനാന ചിപ്സ് 2-3 കഷ്ണങ്ങൾ എടുത്ത് നിന്ന് അതിനുശേഷം പിന്നെ നമ്മളെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങ് കലക്കിയിട്ട് ഒരൊറ്റ വലി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ബിജുവാട്ടന്റെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലായില്ല. കോഫി എല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കടിയെടുത്ത് കഴിച്ച് അത് നമ്മുടെ സ്വീറ്റ് അടയാണ്. അത് നല്ല രുചിയുള്ള സാധനമായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തുള്ള പ്രകൃതി രമണീയതെല്ലാം നോക്കിയിരുന്നു. പിന്നെ ബിജുവേട്ടനോട് കുറച്ച് തമാശയെല്ലാം പറഞ്ഞിരിക്കുമ്പോഴത്തേക്കുണ്ട് നല്ല മഴയുണ്ട് പുറത്തുനിന്ന് പെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഡിന്നർ സെർവ് ചെയ്ത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തത് വെജായി. എന്താണെന്നറിയില്ല, കേരളത്തിലോടുന്ന വന്ദേ ഭാരത് ആണെങ്കിൽ കിട്ടിയ ഫുഡെല്ലാം നോർത്ത് ഇന്ത്യൻ. ചോറെല്ലാം തിന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ബിജുവേട്ടൻ കിടന്നുറങ്ങി. ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ നേരെ ഒരു റൂം എടുത്ത് നല്ലോണം കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കും ബാത്റൂമിന്റെ ഡോർ തുറക്കുന്നില്ല. ഇതിന്റെ കംപ്ലൈന്റ് എല്ലാം താഴത്തെ റിസപ്ഷനിൽ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. നമ്മൾ രണ്ടാളും ഓർഡർ ചെയ്ത നല്ല ചൂട് പുട്ടും മുട്ടക്കറിയാണ്. പുട്ടിന്റെയും മുട്ടക്കറിന്റെ എല്ലാം ചൂട് ആറുന്നതിന് മുന്നേ തന്നെ ഞാൻ അതെല്ലാം ചേർത്ത് വെച്ച് കുഴച്ചിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചിന്. ഫസ്റ്റത്തെ ട്രിവാൻഡ്രം ഫുഡ് തന്നെ പൊളി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ പാട് ഞാൻ നേരെ റൂമിൽ വന്ന് കുറച്ച് വാർത്തയെല്ലാം കണ്ടു. പിന്നെ നമ്മൾ നേരെ ഉച്ചക്ക് പോയത് ഒരു വെജ് റെസ്റ്റോറന്റിലാണ്. അവിടെ പോയിട്ട് ഒരു മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ ഈ ചോറിന്റെ കൂടെ വന്നിട്ടുള്ള സൈഡ് കറികളും പിന്നെ നല്ല അടിപൊളി മാങ്ങ അച്ചാറും ചേർത്തിട്ട് ഞാൻ നല്ലോണം ചോറ് പ്ലേറ്റ് എല്ലാം നല്ലോണം നക്കി തുടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വന്ന പരിപ്പ് പായസം, അതിന്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ ഓഫീസ് റിലേറ്റഡ് വർക്കിനാ. ഓട്ടോറിക്ഷ ഇരിക്കുമ്പോഴത്തേക്ക് ചൂട് സഹിക്കാനേ പറ്റുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ നോക്കുമ്പോഴൊരു കാര്യം മനസ്സിലായി, ചൂട് കൂടിയതോടെ ഓട്ടോ ചേട്ടന്മാരുടെ ടെക്നോളജിയും വർദ്ധിച്ചു. ഓഫീസിലെല്ലാം വർക്കെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്ന് അതേ ഹോട്ടലിൽ കയറി. ഇവിടുന്ന് ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടാനാണ് ഓർഡർ ചെയ്തത്. അതിന്റെ കൂടെ ചൂട് പൊറോട്ടയും ചേർത്തിട്ട് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല. അത്രയും ടേസ്റ്റുള്ള ഫുഡ് എനിക്ക് ഈ 3 നേരവും കിട്ടിയത്. പിന്നെ ഞാൻ രാത്രിയത്തെ ട്രെയിനിൽ നേരെ നമ്മുടെ കണ്ണൂർക്ക് വെച്ച് പിടിച്ചു.